അസ്സലാമു അലൈക്കും. മിസ്ബാഹ് മീഡിയ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, കൂടെ ബെല്ലൈക്കൺ അമർത്തൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ഒരുപാട് മനുഷ്യന്മാരുടെ സംസാരവും അവരുടെ പ്രവർത്തനവും അവരുടെ തീരുമാനവും അവരുടെ ജീവിതമൊക്കെ കാണുമ്പോൾ പലപ്പോഴും തോന്നിപ്പോകുന്നതാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് സൃഷ്ടി, നമ്മളൊക്കെ സൃഷ്ടാവ്. ഇത് ചിലപ്പോൾ എൻ്റെ ശബ്ദം കേൾക്കുന്ന വ്യക്തികൾക്ക് പെട്ടെന്ന് തോന്നിപ്പോവും, ഞെട്ടിപ്പോവും. അല്ലെങ്കിൽ തോന്നിപ്പോവും, ഈ മനുഷ്യനെന്തായി ഒരുപാട് ഇങ്ങനെ ഖുർആൻ പ്രസംഗിച്ച് പഠിച്ച് തലക്ക് ഭ്രാന്തായെന്ന് വിചാരിച്ചു. അല്ല സഹോദരന്മാരെ, സംസാരം കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നണ്ട. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളും നിങ്ങളുടെ പ്രവർത്തനങ്ങളും ഒന്ന് നിരീക്ഷിച്ചാൽ മതി. അവനവന്റെ സ്വന്തം ജീവിതത്തിലേക്ക് നോക്കുക. നമ്മളൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കൂ സഹോദരന്മാരെ. നമ്മളാണോ സൃഷ്ടാവ്? നമ്മൾ പറയുന്ന പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുസരിക്കണം എന്നാണോ നമ്മളൊക്കെ ചിന്തിക്കുന്നത്? നമ്മൾ എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും നമ്മൾ ഒന്ന് സസൂക്ഷ്മം നിരീക്ഷിക്കുക. ഫിർഔന് ദുനിയാവിൽ നിന്ന് മരണപ്പെട്ടുപോയി അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലെ സംരക്ഷിച്ചു വെച്ചു. എന്തുകൊണ്ട് വെച്ചാൽ 100% അങ്ങനെ വിശ്വസിച്ച ഒരു സൃഷ്ടിയാണ്. അത് അന റബ്ബുക്കുമുൽ ആല, ഞാനല്ലയോ നിന്റെ ഏറ്റവും വലിയ റബ്ബ് എന്ന് അദ്ദേഹം വിശ്വസിച്ച് ജീവിച്ച് നശിക്കുമ്പോൾ ആമന്ന ബി റബ്ബിൽ ആലമീൻ റബ്ബി മൂസ വ ഹാറൂൻ എന്ന് വിശ്വസിച്ചിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ടൊരു കാര്യമില്ല. അപ്പോ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്, എന്നിൽ ഫിർഔനിയത്തുണ്ട്. അത് 100% ഇല്ലെങ്കിൽ ചിലപ്പോൾ അത് 90%, അല്ലെങ്കിൽ 80, 50, അല്ലെങ്കിൽ 20, അല്ലെങ്കിൽ 1%. ഉറപ്പ സഹോദരന്മാരെ, ഉറപ്പാണ്. നമ്മൾ ജീവിതം നിരീക്ഷിച്ച് നോക്കി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഞാൻ തന്നെയാണല്ലോ സൃഷ്ടാവ്. പടച്ച റബ്ബ് ഞാൻ പറയുന്ന പോലെ അങ്ങ് അനുസരിച്ചോളാം, ഞാൻ വിചാരിച്ച പോലെ അങ്ങ് പുറത്തു തന്നോളാം, ഞാൻ പ്ലാൻ ചെയ്ത പോലെ അങ്ങ് നടത്തിക്കോളാം. അത്രയേ ഉള്ളൂ സഹോദരന്മാരെ. ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്ന, ലോകത്തിൽ ഒരുപാട് ഫിർഔൻ പോലത്തെ ഒരുപാട് ഭരണാധികാരികളുണ്ട്. നമ്മളെ TV എടുത്ത് തുറന്നു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ കാണാൻ പോകുന്ന ഒരുപാട് ഫിർഔന്മാരുണ്ട്. ഗ്യാരണ്ടി എഴുതി വെച്ച സഹോദരന്മാരെ, ഈ ഫിർഔൻ എന്നുള്ള ഭരണാധികാരികളുടെ അന്ത്യം നരകീയമായിട്ട്, ദുരന്തമായിട്ട്, നിന്ദ്യരായിട്ടാണ് മരിക്കാൻ പോകുന്നത്. ദിവസങ്ങളും മാസങ്ങളോളം കിടപ്പിലായിട്ട്, അൽസൈമസ് ബാധിച്ചിട്ട്, ക്യാൻസർ ബാധിച്ച് നരകിച്ചിട്ട്, ആരോരും വേണ്ടാത്തൊരവസ്ഥ. ചിലപ്പോൾ അത് സൂയിസൈഡ് വരെ ചെയ്യും. ഞാൻ ജീവനോട് ഉണ്ടോ ഇല്ലെന്ന് അറിയില്ല. നിങ്ങളൊന്ന് 10 കൊല്ലം നിങ്ങൾ നിരീക്ഷിച്ചാൽ മതി. അങ്ങനെ ഒരുപാട് ഭരണാധികാരികൾ നിങ്ങൾ നിരീക്ഷിക്കുമ്പോൾ ഞാൻ എന്നിലേക്ക് നോക്ക്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഒരുപാട് മനുഷ്യന്മാരെ കൊന്ന ഹിറ്റ്ലർ അവസാനം സൂയിസൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് അതിന് ശേഷം ലോകത്തിലൊരൊറ്റ മനുഷ്യൻ മക്കൾക്ക് ഹിറ്റ്ലർ എന്ന് പേരിടൂല. ഭ്രാന്തുള്ള മാതാപിതാക്കളല്ലാതെ ആരും ഇടൂല സഹോദരന്മാരെ, ആരുമില്ല. അപ്പൊ ഫിർഔനിയത്ത് പറയുന്നത് എന്നിലുണ്ട്, നിങ്ങളിൽ ഓരോരുത്തരുമുണ്ട്. യഥാർത്ഥത്തിൽ ഉണ്ട് സഹോദരന്മാരെ. ഒരുപാട് നിരീശ്വരവാദികളൊക്കെ ഉണ്ട്. ഇപ്പൊ ഒരു ഫാഷനാണ്, ഞാൻ നിരീശ്വരവാദി കേട്ടോ. അല്ലാഹുവേ, പാവങ്ങൾ എനിക്ക് വല്ലാത്ത വിഷമം തോന്നാണ്ട്. റഹ്മാൻ റബ്ബി, അത് അവർക്ക് ഹിദായത്തിട്ട് കൊടുക്കട്ടെ. ആമീൻ. ഒരുപാട് പേര് ചോദിക്കുന്ന ചോദ്യം എന്താ അറിയോ? ഈ അള്ളാഹ്ക്ക് എന്താ പണി? ഒരുപാട് പേരെ ഇങ്ങനെ ഇട്ടിട്ട് കുറെ പേരെ സ്വർഗത്തിലാക്കുക, കുറെ പേരെ നരകത്തിലിട്ട് കത്തിയിരിക്കുക. അപ്പൊ ഞാൻ പറയാണ്ടേ, മക്കളെ, നിങ്ങൾ ബാക്കിയുള്ളവരെ പറ്റി ഒന്ന് ആലോചിച്ച് വല്ലാത്ത വിഷമിക്കണ്ട. അവനവന്റെ കാര്യത്തെ പറ്റി മാത്രം ചിന്തിച്ചാൽ മതി. യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാ സഹോദരൻ ഈ പരമവിഡ്ഢിയായ മനുഷ്യൻ വിശ്വസിക്കുന്നതേ, ഈ അവനവന്റെ മുഖത്തുള്ള കണ്ണുകൾ, സംസാരിക്കാനുള്ള നാവുകൾ, ഈ കൈകാലുകൾ, ഇതൊക്കെ അവനവന്റെ നിയന്ത്രണത്തിലാണ് പാവം വിശ്വസിച്ചിരിക്കുന്ന സഹോദരന്മാരെ, വിശ്വസിച്ചിരിക്കുന്ന റബ്ബെ. അത് എപ്പോഴാണ് നശിക്കുന്ന അന്ന് മാത്രമേ മനസ്സിലാവൂ, പടച്ച റബ്ബേ, ഇതൊന്നും എന്റെ നിയന്ത്രണത്തിലൊന്നും അല്ലല്ലോ അല്ലാഹുവേ. ഒന്ന് ചിന്തിക്ക് സഹോദരന്മാരെ. 40 വയസ്സാകുമ്പോൾ കണ്ണട വരും. അപ്പൊ തോന്നുന്നു കണ്ണട ഉണ്ടല്ലോ, കണ്ണട പൊട്ടിപ്പോയില്ല. കണ്ണട ഇല്ലെങ്കിൽ നമുക്ക് വായിക്കാൻ പറ്റുന്നില്ല. എനിക്കൊന്നും ഒന്നും വായിക്കാൻ പറ്റില്ല കണ്ണട ഇല്ലെങ്കിൽ. അല്ലാഹുവേ, നമ്മൾ അന്ധനാണ്. നമ്മുടെ അവസ്ഥ അരച്ചോക്കു സഹോദരന്മാരെ. ഈ കൈകാലുകൾ ചലനമുണ്ടായിട്ട് നിങ്ങൾ കിടപ്പിലായാലും നിങ്ങൾക്ക് അപ്പോഴാണോ അള്ളാഹുവിനെ തിരിച്ചറിയാൻ പോകുന്നത്? അതല്ല വെന്റിലേറ്റർ ഇടുമ്പോൾ ശ്വാസം കിട്ടാത്ത അവസ്ഥയിലാണ്. അള്ളാഹുവേ, ഇതൊക്കെ ഇതിനൊക്കെ നിയന്ത്രിക്കുന്നൊരു ശക്തി മുകളിൽ ഉണ്ടല്ലോ. ഫിറൗൻ വിശ്വസിച്ച പോലെ അപ്പോഴേ നിങ്ങൾ വിശ്വസിക്കുന്ന വാശി പിടിക്കുന്നു. ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ
സുബ്ഹാനഹു അനുഗ്രഹങ്ങളാണ് തിരിച്ചറിയാൻ എത്രയോ സമയം എടുക്കണോ. നമ്മൾ ഏറ്റവും സ്നേഹിക്കുന്ന നമ്മുടെ മക്കൾ ചെറിയ പ്രായത്തിൽ ആ മക്കളെ നേരത്തെ തന്നെ തിരിച്ച് മടക്കിയെടുത്താൽ അപ്പോഴേ തിരിച്ചറിയുള്ളൂ റബ്ബേ ഇതൊക്കെ അള്ളാഹുവിന്റെ അനുഗ്രഹം കേട്ടോ. എൻ്റെ ഭാര്യ ഭർത്താവ് ഒരു വീട് അങ്ങ് ഒരു ഉരുൾപൊട്ടൽ അങ്ങ് നശിച്ചു പോകുമ്പോൾ അപ്പോഴേ ഞാൻ തിരിച്ചറിയുള്ളൂ ഇതൊക്കെ എൻ്റെതല്ല, ഇതിനൊക്കെ പിന്നിലൊരു വലിയ സൃഷ്ടാവുണ്ട്. ആലോചിക്കൂ സഹോദരന്മാരെ. ഇപ്പൊ ഞാൻ ഈ കുട്ടികൾക്കൊക്കെ പറയും, മക്കളെ നിങ്ങൾ ഇതിനെ അള്ളാഹുവിന്റെ സ്ഥാനത്ത് നിന്ന് നിങ്ങൾ ചിന്തിക്കുന്നത്, നിങ്ങൾക്ക് ചിലപ്പോൾ പലപ്പോഴും തോന്നിപ്പോവും നമ്മുടെ മനസ്സ് എത്രയോ കാരുണ്യാണ് കേട്ടോ, നമ്മളെത്രയോ കാരുണ്യവാനാണ്, അള്ളാന്റെ കാട്ടി കാരുണ്യമുള്ള മനസ്സാണ് എൻ്റെത്. ഞാനത് ഒരിക്കലും ഒരു മനുഷ്യന്, ഞാൻ സൃഷ്ടാവാണെങ്കിൽ ഒരിക്കലും ഒരു മനുഷ്യനെ നരകത്തിലിടൂല. സഹോദരന്മാരെ, അള്ളാഹു സുബ്ഹാനഹു ഉറപ്പ് തരാ, ഗ്യാരണ്ടി തരാ, ഒരു മനുഷ്യനെ വെറുതെ അങ്ങ് നരകത്തിൽ ഇടുന്നില്ല സഹോദരന്മാർ, ഇടുന്നില്ല. വളരെ 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 നിസാരമായൊരു കാര്യം മാത്രമേ അള്ളാഹു പറയുന്നുള്ളൂ. ഇതാ നിനക്കൊരു സൃഷ്ടാവുണ്ട്, അത് നിങ്ങൾ ഇന്ന് തന്നെ അംഗീകരിച്ചുവോ, ഇന്ന് തന്നെ മനസ്സിലാക്കിക്കോളൂ. ആ സൃഷ്ടാവിനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുള്ളൂ, ആരാധിക്കാൻ പാടുള്ളൂ. അത് നിങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങൾ അംഗീകരിക്കും, മനസ്സിലാക്കും, വിശ്വസിക്കൂ സഹോദരന്മാരെ. വലിയൊരു പ്രളയം പെട്ടെന്ന് വീട്ടിനുള്ളിൽ കയറി വന്ന ദൈവമേ എന്ന് വിളിക്കും. ഒരുപാട് പേര് പെട്ടെന്ന് എന്തെങ്കിലും അപകടം സംഭവിച്ചാലേ നിരീശ്വരവാദികൾ പോലും വിളിച്ചു പോകും ദൈവമേ. ആ ദൈവത്തിന് ചിത്രമില്ല, ഒരു രൂപമില്ല, ഒന്നുമില്ല, മനുഷ്യന്റെ ഹൃദയത്തിന്റെ ഉള്ളിലുള്ള വിളിയാണ്. ആ ദൈവത്തിന് ആ സമയത്തേക്ക് മാറ്റി വെക്കണ്ടെന്ന് മാത്രമേ ഞാൻ എപ്പോഴും പറയുന്നുള്ളൂ. നമ്മള് ഈ ലേബർ റൂം പോസ്റ്റിംഗ് ഉണ്ട് ഹൗസ് സെൻസ് സമയത്ത്. അപ്പോൾ സ്ത്രീകളൊക്കെ പ്രസവത്തിന്റെ വേദന ചെറുങ്ങനെ തുടങ്ങിയാലേ, ചെറിയ വേദനയൊക്കെ വരുമ്പോൾ അയ്യോ ചേട്ടാ എന്ന് പറയും. അപ്പൊ നമ്മളിപ്പോൾ റൂമിലിരിക്കും, നമ്മൾ എന്ത് വായിക്കായിരിക്കും, നമുക്കറിയാം നമുക്ക് വേദനന്റെ കാഠിന്യം നമ്മളങ്ങ് പോയിട്ട് അറ്റൻഡ് ചെയ്യും. അപ്പൊ ആദ്യം ചേട്ടാ എന്ന് വിളിക്കും, പിന്നെയും കുറച്ച് വേദന കുറച്ചും കൂടി കൂടുമുണ്ടല്ലോ, അയ്യോ ഡോക്ടറേ എന്ന് വിളിക്കും. അപ്പൊ വേദന ഇങ്ങനെ കൂടി വരുന്നത് നമുക്ക് മനസ്സിലായി. പിന്നെ അങ്ങ് വേദനന്റെ അങ്ങ് മൂർധാവിനുണ്ടല്ലോ സഹോദരന്മാര്, എല്ലാ സ്ത്രീകളും സഹോദരിമാര് വിളിക്കുന്ന ദൈവമേ എന്ന് വിളിക്കും, അല്ലെങ്കിൽ പടച്ചോനെ എന്ന് വിളിക്കും, അല്ലെങ്കിൽ റബ്ബേ എന്ന് വിളിക്കും, അല്ലെങ്കിൽ അള്ളാഹുവേ എന്ന് വിളിക്കും, ഏതെങ്കിലും ഈശ്വര എന്ന് വിളിക്കും. എല്ലാരും വിളിക്കും സഹോദരന്മാരെ. ഈ പ്രസവ വേദനത്തിന്റെ കാഠിന്യം ഏറ്റവും മോസ്റ്റ് പീക്കിലെത്തുമ്പോൾ ഉണ്ടല്ലോ, എല്ലാവരും വിളിക്കുന്നതാണ് പടച്ചോനെ എന്ന്. അതിന് ഇനി നിങ്ങൾക്ക് ഗ്യാരണ്ടി ഇല്ല, നിങ്ങളും അവസാനം വിളിക്കും, ഞാനും വിളിക്കും. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ആ വിളി എന്നുള്ളത് നമുക്ക് എപ്പോഴും ഡെയിലി വിളിച്ചുകൊണ്ടിരുന്നാൽ മതിയില്ലേ? 5 നേരം കൃത്യമായിട്ട് വിളിച്ചോണ്ട്, നിസ്സാരമായ കാര്യം അല്ല ചോദിക്കുന്നുള്ളൂ. നിങ്ങളെ ഭൂമി മുഴുവൻ നിങ്ങൾക്ക് തരാം, എന്നാൽ നിങ്ങൾക്ക് സ്വർഗം കിട്ടും. അപ്പൊ ചോദിക്കും, മരണശേഷം ചോദിക്കുന്ന, അപ്പൊ റബ്ബേ ഒന്നും കൂടി എനിക്ക് ഭൂമിയിലേക്ക് അയച്ചതാ. അപ്പൊ അല്ലാതെ നിസ്സാരമായ കാര്യം നിന്നോട് ചോദിച്ചിട്ടുള്ളൂ. ഒരു സൃഷ്ടാവുണ്ട്, അദൃശ്യനാണ്. ആ സൃഷ്ടാവിനൊന്ന് അംഗീകരിച്ച് വിശ്വസിച്ച് അത് സൃഷ്ടാവിനോട് മാത്രമല്ലേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. അത്രയേ ഉള്ളൂ, അത്ര നിസ്സാരമാണ്. അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റാതെ പിന്നെ നാളെ നരകത്തിലായി കഴിഞ്ഞാല് ഉറപ്പ് തരസ ഒരൊറ്റ മനുഷ്യനെ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല വെറുതെ അങ്ങ് നരകത്തിലിടില്ല. നരകത്തിൽ പോകുന്ന ഒരൊറ്റ മനുഷ്യന്റെ വാക്കുകൾ ഖുർആനിൽ എവിടെയും കാണില്ല. അള്ളാഹു എന്തിനാ എന്നെ ഇങ്ങനെ നരകത്തിൽ ഇട്ടതൊന്നും ഒരിക്കലും തോന്നില്ല. പക്ഷെ മറിച്ച് പറയാൻ തരാം, പടച്ചോനെ 2019 തൊട്ടെങ്കിലും ഒന്ന് ചിന്തിച്ചാൽ മതിയായിരുന്നില്ലേ എന്ന് ചിന്തിച്ചു പോവും. പിന്നെ ചിന്തിച്ചു, അന്ന് ഇന്ന് വൃത്തികെട്ട കൂട്ടുകെട്ടുള്ളോണ്ടല്ലേ ഞാൻ അങ്ങനെ ചിന്തിച്ചു പോയത്. ആ സംഘടന എന്റെ കൂടെ കൂടിയിട്ടല്ലേ. ആലോചിക്ക് സഹോദരന്മാരെ, അത് അവിടെ എത്തുന്ന കാട്ടി മുമ്പ് ദുനിയാവിൽ തന്നെ അള്ളാഹു എത്തിക്കുന്നുണ്ട്. ICUവിൽ കിടക്കുമ്പോൾ, വെന്റിലേറ്ററിൽ കിടക്കുമ്പോൾ, പാലിയേറ്റീവ് കെയറിലാകുമ്പോൾ, നടു റോട്ടിൽ ആക്സിഡന്റ് ആയിട്ട് കിടക്കുമ്പോൾ, വിനീതമായ അഭ്യർത്ഥന സഹോദരന്മാരെ, ഒന്ന് ആത്മാർത്ഥമായിട്ട് ചിന്തിക്കുക. ഞാനല്ല സൃഷ്ടാവ്, നിങ്ങളല്ല സൃഷ്ടാവ്, അല്ല സൃഷ്ടിയല്ല, അള്ളയാണ് സൃഷ്ടാവ്. ഏകദൈവ വിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കുക. ശരി, ഇനി ഈ ഏകദൈവ വിശ്വാസം എന്ന് വിശ്വസിക്കുന്ന മുസ്ലിം സമുദായത്തിന്റെ അവസ്ഥ ചിന്തിച്ചു നോക്ക്. അള്ളാഹുവേ സഹോദരന്മാരെ, നിസ്സാരമായ കാര്യങ്ങൾ അല്ല പറഞ്ഞിട്ടുള്ളൂ. 24 മണിക്കൂറിൽ നിങ്ങൾ 6 മണിക്കൂർ ഉറങ്ങിക്കോളൂ, സുഖമായിട്ട് ഉറങ്ങിക്കോളൂ. ഒരു 5 വഖത്ത് ഒരു 1.5 മണിക്കൂർ സമയം എടുക്കുള്ളൂ. ഫജർ, ളുഹർ, അസർ, മഗ്രിബ്, ഇശാ 1.5 മണിക്കൂർ കഷ്ടിച്ചിട്ട് എടുക്കുള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പള്ളിയിലേക്ക് പോക്കും, ഒളു എടുക്കലും, നിസ്കാരത്തിന് ശേഷം കുറച്ചു നേരം ദിക്ർ വലിച്ചില്ല, 1.5 മണിക്കൂർ. അപ്പൊ ബാക്കി നിങ്ങൾക്ക് 16.5 മണിക്കൂർ നിങ്ങൾക്ക് അള്ളാഹു അങ്ങനെ വെറുതെ നിങ്ങൾക്ക് ഉപയോഗിച്ചു സഹോദരന്മാരെ, ഹലാലായ മാർഗത്തിൽ ഉപയോഗിച്ചോളൂ. അതായത് 6 മണിക്കൂർ ഉറങ്ങി നിങ്ങൾ 1.5 മണിക്കൂർ, 16 മണിക്കൂർ നിങ്ങൾക്ക് മുഴുവനുണ്ട്. നിസ്സാരമായ കാര്യല്ലേ? പക്ഷെ അത് നമുക്ക് പറ്റൂല സഹോദരന്മാരെ. എന്നിട്ട് നമ്മൾ പറയുക അള്ളാഹ് നരകത്തിലിട്ടുണ്ടല്ലോ. എന്ത് നമ്മൾ എന്താ നമ്മളെ പറ്റി വിചാരിക്കുന്ന സഹോദരന്മാരെ? നമ്മളല്ലേ നമ്മളെ സൃഷ്ടാവ്, നമ്മൾ അതിന്റെ അർത്ഥം.
ഇന്ന് ഒരുപാട് മുസ്ലിം സമുദായത്തിൽ ഒരു അള്ളാഹുവെ നമസ്കരിക്കാതെ മരിക്കുന്ന ഒരുപാട് രണ്ട് സഹോദരന്മാർ. എനിക്ക് എപ്പോഴെപ്പോഴും പ്രാർത്ഥന പഠിച്ചോനെ, ഇങ്ങനെ നിസ്കരിക്കാതെ മരിക്കുന്നവരുടെ ഒന്നും മയ്യത്തൊന്നും നിസ്കരിക്കേണ്ട ഗതികേടിലേക്ക് എത്തിക്കല്ലെന്ന് എൻ്റെ ആത്മാർത്ഥമായ പ്രാർത്ഥന റബ്ബേ. അത് സ്വന്തക്കാരാവട്ടെ അകന്ന ബന്ധുക്കളാരാവട്ടെ, നിസ്കരിക്കാതെ വ്യക്തികൾക്ക് പോയിട്ട് മയ്യത്ത് നിസ്കരിക്കുന്ന എന്താ എന്താ അർത്ഥം? നിങ്ങളൊന്ന് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഒരു റോട്ടിലെ രാമൻ ഉണ്ട്, ജോസഫ് ഉണ്ട്, മുഹമ്മദ് ഉണ്ട്. ഇവര് 3 പേരും നിസ്കരിക്കുന്നില്ല. അപ്പൊ പിന്നെ എന്ത് സഹോദരന്മാരെ ആലോചിച്ചോക്ക്. ഈ മുഹമ്മദും വിചാരിക്കുന്ന എന്താ? അന റബ്ബുക്കുമുൽ അഅല. അതേ സഹോദരന്മാരെ, അങ്ങനെ ഞാൻ നാവോട് എടുത്ത് പറയില്ല. ഞാൻ വളരെ വിനയാനീതനായിട്ട് നടക്കുന്ന സത്യസന്ധനാണ്. പക്ഷെ എനിക്ക് ഉറപ്പ് തരാം, ഒരു നമസ്കാരം കരുതി കൂട്ടി അങ്ങ് ഒഴിവാക്കുന്ന ഇപ്പൊ തീർച്ചയായിട്ടും നമ്മളൊക്കെ യാത്രയായിട്ടുണ്ടാവും, അല്ലെങ്കിൽ രോഗിയായിട്ടുണ്ടാവും. അപ്പൊ ചിലപ്പോൾ 5 ജമാഅത്തിൽ ഇപ്പൊ എത്തിപ്പെട്ടിട്ടുണ്ടാവില്ല. അത് സത്യമാണ്, വല്ലപ്പോഴും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? അതല്ല ഞാൻ പറയുന്നത്. ഇത് ഞാൻ ജമാഅത്ത് മുഴുവൻ ഒഴിവാക്കി മുനാഫിക്കളായിട്ട് വീട്ടിലിരുന്ന് നിസ്കരിക്കുന്ന പുരുഷന്മാര്, നിസ്കാരം തന്നെ ഒഴിവാക്കി കുഫറിലകപ്പെട്ട മുസ്ലിങ്ങള്, ഇവരും രാമനും ജോസഫിനും എന്താ വ്യത്യാസം? എന്നിട്ട് അവർക്ക് വേണ്ടി നമ്മൾ മയ്യത്ത് നമസ്കരിക്കുന്നു. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? അള്ളാന്റെ കാട്ടി കാരുണ്യവാനാണ് ഞാൻ കേട്ടോ. അള്ള ഭയങ്കര ക്രൂരനും ഞാൻ ഭയങ്കര കാരുണ്യവാനാ. എനിക്ക് എൻ്റെ സ്നേഹം പറഞ്ഞത് ഭയങ്കര സംഭവമാണ്. ചിലർ ഞാൻ എൻ്റെ സംസാരം കേൾക്കുമ്പോൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതറിയോ? ഫജറിന് വീട്ടിൽ കിടന്നുറങ്ങുന്ന മനുഷ്യന്റെ വീട് കത്തിക്കാൻ ആഗ്രഹിച്ച സഹോദരന്മാരെ, റഹ്മത്തുല്ലിൽ ആലമീൻ നബി. നമ്മൾ മനസ്സിലാക്കണം, ലോകത്തിനിറങ്ങിയ കാരുണ്യവാനായ ഒരു മനുഷ്യനാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകനാണ്. ആ പ്രവാചകൻ പറഞ്ഞതാണ് വീട് കത്തിക്കാൻ ആഗ്രഹിക്കൂ. പക്ഷെ നമ്മളോ, അയ്യോ നമ്മുടെ പുതിയാപ്പളം കിടന്നുറങ്ങിക്കോട്ടെ, ഇന്നലെ ക്ഷീണിച്ച് കിടന്നുറങ്ങിയതാണ്. അപ്പോൾ നമ്മളാണ് റസൂലിനെ കാട്ടി കൂടുതൽ കാരുണ്യവാൻ. ഒന്ന് ചിന്തിക്കുക. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഞാനാണ് സൃഷ്ടാവ്, അള്ളാഹ്ക്കൊന്നും കാരുണ്യമില്ല, നബിക്കൊരു കാരുണ്യമില്ല. അസ്തഗ്ഫിറുല്ലാ. എന്നിട്ട് അവര് മരിച്ചാലോ അതിനു വേണ്ടി മയ്യത്ത് നിസ്കരിക്കാൻ നമ്മൾ പോകും. അസ്തഗ്ഫിറുല്ലാ നിസ്കരിക്കരുത് സഹോദരന്മാരെ. ഞാനെപ്പോഴും പറയും, മയ്യത്ത് നിസ്കരിക്കാത്ത മനുഷ്യന്മാരുടെ പള്ളിയിൽ കൊണ്ടുവന്ന് മയ്യത്ത് നിസ്കരിക്കരുത്. അവരെ ബഹിഷ്കരിക്കണം സമൂഹം. ഞാനെപ്പോഴും ഇങ്ങനെ പറയുമ്പോൾ അത് ഗൗരവത്തോടെ തന്നെ പറഞ്ഞത്, ഞാൻ എൻ്റെ മയ്യത്ത് പോലും അല്ലാഹുവേ നിസ്കരിക്കാത്ത ഒരൊറ്റ മനുഷ്യൻ എൻ്റെ മയ്യത്ത് നിസ്കരിക്കേണ്ട സഹോദരന്മാരെ. അഹങ്കാരമല്ല. എന്തായാലും ഇത്രയും കുഫറകപ്പെട്ട മനുഷ്യൻ്റെ അവരെ പ്രാർത്ഥന കേൾക്കില്ല. അല്ലാഹു ഗഫിർ ലഹു വർഹമു എന്ന് വന്ന് എൻ്റെ മയ്യത്ത് നിസ്കരിക്കേണ്ട. ആരുമില്ലെങ്കിൽ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പുണ്ട്, എൻ്റെ റബ്ബ് സുബ്ഹാനഹു വ തആല ഞാൻ മരിച്ചു കഴിഞ്ഞാൽ 40 മുവഹിദുകൾ വന്ന് നമസ്കരിച്ചോളൂ. 40 പേര് മതി. നിഷ്കളങ്കരായ 40 5 തന്നെ കൃത്യമായി നമസ്കരിക്കുന്ന വിനയാനീതരായ 40 മുവഹിദുകൾ അല്ലാഹു എത്തിച്ചോളും. ദുനിയാവിൽ ഏത് മുഖംമൂലയിലാണ് അള്ളാഹുവിന്റെ മയ്യത്ത് നിസ്കരിക്കാൻ എത്തിച്ചോളും. അതല്ലാതെ നിസ്കരിക്കാതെ വരുന്ന, പള്ളിയിൽ വരാത്ത, അഹങ്കരിച്ച് ഞാൻ തന്നെയാണ് എൻ്റെ റബ്ബ് എന്ന് പറഞ്ഞ് നടക്കുന്ന കുറെ മുസ്ലിം നാമധാരികൾ എൻ്റെ മയ്യത്ത് നിസ്കരിക്കാൻ വരേണ്ട സഹോദരന്മാരെ, പലിശ വാങ്ങുന്ന ധിക്കാരികൾ വരേണ്ട ആവശ്യമില്ല. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. നമുക്ക് തോന്നി തുടങ്ങി ഞാൻ തന്നെയാണ് റബ്ബ്, ഞാനാണ് അള്ളാഹുവിന്റെ കാട്ടി കൂടുതൽ കാരുണ്യവാൻ, അള്ളാഹു ക്രൂരനായിട്ട്, അസ്തഗ്ഫിറുല്ലാ നിസ്സാരമായ കാര്യ സഹോദരന്മാരെ. ഇനി ചിന്തിച്ചു നോക്ക്. നിങ്ങൾ സമ്പാദിച്ചോളൂ, ഹലാലായ മാർഗത്തിൽ സമ്പാദിച്ചോളൂ. അള്ളാഹു ചോദിക്കുന്നത് 2.5% 2.5% സഹോദരന്മാരെ. നമ്മളൊരു ദിവസം നിങ്ങൾ പോയിട്ട് ഭക്ഷണം കഴിക്കുന്നത് ചിന്തിച്ചു നോക്ക്. നമ്മൾ മേടിക്കുന്ന മൊബൈൽ നോക്ക്, നമ്മുടെ വസ്ത്രം നോക്ക്, നമ്മൾ ടൂറിന് ചെലവഴിക്കുന്ന കാശ് നോക്ക്. ഇതൊക്കെ എത്രയോ ഉണ്ട്. 10%. നമ്മൾ കാശില്ലാതെ പോലും ലോൺ എടുത്തിട്ട് 2 കാറ് വാങ്ങുന്നു, വീട് കൊട്ടാരങ്ങൾ ഉണ്ടാക്കുന്നു. അപ്പൊ അതാ ചോദിക്കുന്ന 100 2.5 രൂപ മനുഷ്യ കൊടുക്കുക അള്ളാഹുവിന്റെ മാർഗത്തിൽ 97 രൂപ നമ്മളെ കയ്യിലുണ്ട്. അത് നമുക്ക് പറ്റൂല. എൻ്റെ അള്ളാഹു ക്രൂരനാണ്. ആലോചിക്കൂ സഹോദരൻ. അസ്തഗ്ഫിറുല്ലാ പുറത്തന്നെ റഹ്മാനെ റബ്ബേ. ഇനി നമുക്ക് മുസ്ലിം സമുദായത്തിൽ എത്ര പേര് സുഖത്തിൽ എളുപ്പത്തിൽ പലിശ തിന്ന് ജീവിക്കുന്ന സഹോദരന്മാരെ. പലിശ തിന്ന എന്താ അറിയോ? അള്ളാഹ് പറഞ്ഞു, ഫഅദനു ബിഹർബിൻ മിനല്ലാഹി വറസൂലി. അള്ളാഹുവിനോടും റസൂലിനോടും സമരപ്രഖ്യാപനം നടത്തിയവർ. അപ്പൊ നമുക്കൊന്ന് പുച്ഛല്ലേ? ഞാനല്ലേ സൃഷ്ടാവ്, ഞാനല്ലേ റസൂല്. ആലോചിച്ചോക്ക്. അല്ലേ റസൂലൊക്കെ എന്തോ ഒരു രണ്ടാം തരം പുച്ഛമാണ് സഹോദരന്മാരെ. നമ്മളിത് നാവോടെടുത്ത് ഉദ്ധരിക്കുന്നില്ല എന്നല്ലോ, നമ്മുടെ ജീവിതം കൊണ്ട്, പ്രവർത്തനം കൊണ്ട് സാക്ഷ്യപ്പെടുത്തുന്നത് അന റബ്ബുക്കുമുൽ അഅല. അത് എത്ര ശതമാനം ഉണ്ടോ നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ഞാൻ തീരുമാനിക്കുക. ഞാൻ പലപ്പോഴും ഖബറിൽ പോകുമ്പോൾ പലരുടെ കയ്യിൽ കുറെ തോക്കും വാളൊക്കെ ഇട്ട് കൊടുക്കണം ഖബറിൻ്റെ ഉള്ളിൽ. എന്താ? യുദ്ധം ചെയ്യാൻ അള്ളാഹുവിനോട് റസൂലിനോട് യുദ്ധം ചെയ്യാൻ പോകുന്നവരാ പാവോ. ജീവിതകാലം തീർച്ചയായിട്ടും ഇതിന്റെ അർത്ഥം നമ്മളൊക്കെ പാപികളെന്നല്ല. നമ്മളൊക്കെ മുമ്പ് എന്തൊക്കെയോ കണ്ടുപോയിട്ടുണ്ട്, കേട്ടുപോയിട്ടുണ്ട്, ചെയ്തു പോയിട്ടുണ്ടാവും. പക്ഷെ ആത്മാർത്ഥമായിട്ട് നിഷ്കളങ്കമായ അസ്തഗ്ഫിറുല്ലാഹ് ചെയ്തിട്ട് ഇന്ന് തൊട്ട് ഞാൻ മാറി. അപ്പൊ അത് നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടും. എല്ലാം അല്ലാഹ് പുറത്തിരും. നമ്മുടെ പാപങ്ങളെല്ലാം മാറ്റി നന്മകളാക്കി മാറ്റി രേഖപ്പെടുത്തും.
അപ്പൊ അള്ളാഹു പറഞ്ഞ നിസ്സാരമായ 2.5% സക്കാത്ത് കൊടുക്കാൻ പറ്റാത്തവർ അന റബ്ബുക്കുമുൽ അല തന്നെ അല്ലേ സഹോദരന്മാരെ? ഇനി നോക്ക്, കൊല്ലത്തിൽ ഒരു മാസം നോമ്പ്, 11 മാസം നിങ്ങൾ ഭക്ഷണം കഴിച്ചോളൂ, സുഖമായിട്ട് ജീവിച്ചോളൂ. പക്ഷെ ഇതെല്ലാവരും ചെയ്യും. ഇത് മുസ്ലിങ്ങൾ ഒരു വലിയ വിഭാഗം ചെയ്ത അതങ്ങ് ചടങ്ങ് പോലെ ഇങ്ങനെ ഒരു ഒഴുക്കിനൊത്ത് എല്ലാവരും തൊടും. പിന്നെ ഹജ്ജ് സഹോദരന്മാരെ, കാശുണ്ടായിട്ട്, ആരോഗ്യം ഉണ്ടായിട്ട്, വഴി ഉണ്ടായിട്ട് ലോകം മുഴുവനും ചുറ്റി നടക്കുന്ന എത്രയോ മുസ്ലിം നാമധാരികളുണ്ട്. അള്ളാഹുവെ, അവർക്ക് ജീവിതത്തിൽ ഒരു കുറച്ച് 5-6 ദിവസം ദുൽഹജ്ജ് അവിടെ പോയിട്ട് ഹജ്ജ് ചെയ്യാൻ പറ്റില്ലെന്ന് അർത്ഥം എന്താ അറിയോ? അന റബ്ബുക്കുമുൽ അല, ഞാൻ എൻ്റെ ഇഷ്ടത്തിനുള്ള പോലെ ജീവിക്കും അള്ളാഹുവെ, നീ എനിക്ക് കാര്യങ്ങൾ ചെയ്തു തന്നോളൂ. ഇതാണ് അതിന്റെ അർത്ഥം. അത് വേറൊരു അർത്ഥം അങ്ങനെ സഹോദരന്മാരെ. ഇന്ന് നമ്മുടെ കല്യാണങ്ങളുടെ അവസ്ഥ നോക്ക്. കല്യാണത്തിന് പഠിച്ചോനെ നീ ഉണ്ടോ ഇല്ല, തൽക്കാലത്തേക്ക് ഒരു ദിവസം നീ അടങ്ങിയിരിക്കുക, അവിടെ മിണ്ടാണ്ട് നിൽക്ക്. ഞാൻ ഉണ്ടാക്കിയ കാശാണ് 60 ലക്ഷം 70 ലക്ഷം. ഞാൻ അധ്വാനിച്ച ഒരു 10-20 വർഷം സർവീസിലുള്ള കാശ് അല്ലാവേ, ഞാൻ അതൊരു ദിവസം പൊളിക്കും. ഞാൻ എൻ്റെ മോളെ എല്ലാം ഫുൾ പൊന്നിട്ടിട്ട് എല്ലാവരുടെ മുമ്പിലും വലിയ സ്ക്രീനിൽ കാണിച്ചു കൊടുക്കും. ഞാൻ സ്ത്രീധനം വാങ്ങും. ഞാൻ സംഗീതവും പാട്ടും ധൂർത്തും ഒരുപാട് വിഭവസമൃദ്ധമായ ഭക്ഷണം, ഒരുപാട് ഇടകലർന്നത്. അന്നത്തെ ദിവസം എനിക്ക് ജമാഅത്തൊന്നും പറ്റൂല റബ്ബേ, അതൊന്നും പറ്റൂലേ? അതൊക്കെ നീ അവിടെയൊക്കെ നോക്കിയിരുന്നോ? സഹോദരന്മാരെ, ഇത് നമ്മൾ പറയുന്നില്ലെന്ന് മാത്രമല്ല, പക്ഷെ നമ്മുടെ കർമ്മങ്ങൾ അതാ തെളിയിക്കുന്നത്. എന്നിട്ട് നമ്മൾ പറയും അല്ലാഹുവേ, എൻ്റെ മക്കളെ ജീവിതം, എൻ്റെ മോളുടെ ജീവിതം പറയുന്നത്, മരുമോളുടെ ജീവിതമൊക്കെ പറഞ്ഞതേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ റളിയല്ലാഹു അൻഹ എങ്ങനെയാണോ അതേപോലെ ആവണം റബ്ബേ. ആയിഷ റളിയല്ലാഹു അൻഹ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതേപോലത്തെ സ്നേഹബന്ധമുള്ള കുടുംബജീവിതമാണ്. അതേപോലെ അല്ലാഹുവേ, അവർക്ക് ഉടനെ ആദ്യത്തെ ലൈംഗിക ബന്ധത്തിന് കുട്ടികളുണ്ടാവണേ, അവർക്ക് എപ്പോഴും നല്ല സന്തോഷം ജീവിക്കുന്ന മക്കളാണ്. ഒന്ന് അന റബ്ബുക്കുമുൽ അഅല വരുന്നുണ്ട് സഹോദരന്മാര്, വരുന്നുണ്ട്. നമ്മളിത് വെറുതെ നമുക്ക് തോന്നും നമ്മൾ അങ്ങനെയല്ല, ഞാൻ അങ്ങനെ നിസ്കരിക്കാത്ത എത്ര നല്ല മനുഷ്യനറിയോ? അള്ളാഹു ഹിജാബ് ധരിക്കലെന്ന് മാത്രമേ, മറ്റെല്ലാം കൊണ്ട് നല്ലതാണ്. അള്ളാഹുവിനെ ധിക്കരിച്ചു കൊണ്ട് നല്ലതെങ്ങനെ പറഞ്ഞ സഹോദരന്മാരെ, നിങ്ങൾ ചിന്തിച്ചു നോക്ക്. നിങ്ങളെ വീട്ടിലെ മോനെ എല്ലാം നല്ലതാണ്, പക്ഷെ രാത്രി കഞ്ചാവ് അടിച്ചിട്ട് കള്ളുടിച്ചിട്ട് വരും. എത്ര നല്ല മോനാ നമ്മൾ പറയുമോ? എൻ്റെ മോള് ഭയങ്കര പഠിക്കും, എല്ലാം വീട്ടിൽ ജോലി ചെയ്യും, പക്ഷെ പുറത്ത് പോയിട്ട് അന്യ പുരുഷനെ കൂടി ഓടിപ്പോയി. നിങ്ങൾ പറയൂ സഹോദരന്മാരെ, ഒരു സാമാന്യ ബുദ്ധി മനുഷ്യന് വരട്ടെ റഹ്മാൻ റബ്ബ്. എന്താണ് ഈ മനുഷ്യന് ബുദ്ധി ഉണ്ടാവാത്തത്? ഗ്യാരണ്ടി ഒപ്പിട്ടൊരു സഹോദരന്മാർ, ഈ അന റബ്ബുക്കുമുൽ അഅല ഉണ്ടല്ലോ, 1% കൂടി എൻ്റെ നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടല്ലോ, നിങ്ങളുടെ ജീവിതം നാശത്തിലേക്കാ പോകുന്നത് ഉറപ്പ്. ഹിറ്റ്ലർ എങ്ങനെയാണ് നാശത്തിലേക്ക് പോയത്? ഫിറഔൻ എങ്ങനെയാണ് പോയത്? നമ്രൂദ് എങ്ങനെയാ പോയത്? അതേപോലെ പോകും സഹോദരന്മാരെ. വിനയാന്വിതനായിട്ട് പറയാ ആരോട് വെറുപ്പില്ല സഹോദരന്മാർ, ആരോട് വെറുപ്പില്ല, സ്നേഹം മാത്രമേ ഉള്ളൂ. അന റബ്ബുക്കുമുൽ അഅല എന്ന് മാറ്റുക. നമുക്കൊരു സൃഷ്ടാവുണ്ട്, ഏകനായ സൃഷ്ടാവ്. നമ്മളൊക്കെ വെറും സൃഷ്ടികളാണ്, അടിമകളാണ്, അബ്ദുകളാണ്. പ്രവാചകൻ പോലും ഏറ്റവും ആദ്യം ഇഷ്ടപ്പെട്ട അബ്ദുല്ലാഹ വ റസൂൽ, അങ്ങനെ പറയാൻ ഇഷ്ടപ്പെട്ട നമ്മുടെ ഓരോ സെക്കൻഡ് എൻ്റെ നിയന്ത്രണത്തിലല്ല. അങ്ങനെ വിശ്വസിച്ച് നിഷ്കളങ്കമായിട്ട് ഹൃദയം പൊട്ടിയിട്ട് നിരന്തരമായിട്ട് പ്രാർത്ഥിക്കുക, യാ ഹയ്യു യാ ഖയ്യൂം, എന്നും ജീവനുള്ളവൻ, എല്ലാറ്റിനും കഴിവുള്ളവനായ എൻ്റെ റബ്ബ് സുബ്ഹാനഹു വ തആല. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസു അസ്ലിഹ് ലീ ശഅനി കുല്ലഹു വലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐനി. അള്ളാഹു, ഒരു കണ്ണിമ പൂട്ടുന്ന സെക്കൻഡിന്റെ മൈക്രോ സെക്കൻഡ് പോലും നീ എൻ്റെ കാര്യം എന്നിൽ ഏൽപ്പിക്കരുത് റഹ്മാനെ റബ്ബേ. ആത്മാർത്ഥമായിട്ട് പൊട്ടി പ്രാർത്ഥിക്ക്, റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ച അതേ പ്രാർത്ഥന. എന്താ റബ്ബേ, ഞാൻ ഫക്കീറാണ്, ഭിക്ഷക്കാരനാണ്, നിന്നോട് ഭിക്ഷ യാചിക്ക റഹ്മാനെ റബ്ബേ. നിന്റെ എല്ലാ നന്മകൾക്കും ഞാൻ അർഹനാണ് റബ്ബേ. എൻ്റെ ഒരു സെക്കൻഡ് നിൽക്കണമെങ്കിൽ, ഒരു സെക്കൻഡ് നോക്കണമെങ്കിൽ, എൻ്റെ കൈകാലുകൾ ചലിക്കണമെങ്കിൽ, എൻ്റെ നാവുകൾ ചലനം വേണമെങ്കിൽ, അള്ളാഹു ഇതൊന്നും എൻ്റെ കയ്യിലല്ല. അള്ളാഹ് മാത്രമാണ് മഹാൻ. അല്ലാഹു അക്ബർ. അള്ളാഹു ആണ് വലിയവൻ. ഞാനാണോ ഒന്നുമല്ല, നിസ്സാരൻ. വെറും അച്ഛമായ സമനിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന സമനിൽ നിന്ന് വന്ന വ്യക്തി, ഒരു ഐഡന്റിറ്റി ഇല്ലാത്ത ഒരു വ്യക്തി, ഒരു ദിവസം ഒരു ഐഡന്റിറ്റി ഭൂമിയിൽ നിന്ന് നാമം തന്നെ നശിച്ചു പോകാൻ പോകുന്നൊരു വ്യക്തി, എൻ്റെ ഖബറിന് മേത്തുള്ള മണ്ണിലോട്ട് നടക്കാൻ പോകുന്ന ഒരുപാട് മനുഷ്യന്മാർ നടക്കാൻ പോകുന്നൊരു വ്യക്തി,
അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുവേ, നമ്മുടെ പാപങ്ങളെല്ലാം പുറത്തു മാപ്പാക്കി തരണ റഹ്മാൻ റബ്ബേ. നമ്മുടെ സൽക്കർമ്മങ്ങളെല്ലാം നീ സ്വീകരിച്ച് തൃപ്തിപ്പെടണ റബ്ബേ. നമ്മുടെ ജീവിതത്തിൽ എല്ലാ ഹൈറും ബർക്കത്തും ഇട്ട് തരണ റഹ്മാൻ റബ്ബേ. എല്ലാവിധ ഷർറ് തൊട്ട് കാത്ത് രക്ഷിക്കണ റബ്ബേ. ഒരു നിമിഷം, ഒരു സെക്കൻഡ് പോലും നമ്മുടെ കാര്യങ്ങൾ നമ്മളിലേക്ക് ഏൽപ്പിക്കരുത് റഹ്മാൻ റബ്ബേ. നീ പറയുന്നതാ അനുസരിച്ച് സമയന വഅതഅന അസ്ലിം അസ്ലിം വഇദ ഖാല റബ്ബുഹു അസ്ലിം. റഹ്മാൻ റബ്ബേ, ഏറ്റവും നല്ല ഈമാന്റെ അവസ്ഥ മരണപ്പെട്ട് നാളെ പരലോകത്ത് കുടുംബസമേത ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ റഹ്മാൻ റബ്ബേ. ആമീൻ 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 ബിറഹ്മതിക അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.